അതിൽ കൂടെ കടന്ന് വെള്ള ഹൈ പ്രഷറിൽ അടിച്ച് മാലിന്യം കൊണ്ട് മാറ്റാൻ കഴിയുമെന്നുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റു കാര്യം വെച്ചാൽ കൊച്ചിയിൽ നിന്ന് നേവി ടീം തിരിച്ചിട്ടുണ്ട്. ഒരു 3 മണിക്കൂറിനാണ് നേവി ടീം എത്തുന്നത്. അപ്പോൾ ഒരു ഗവൺമെന്റിനെ കൊണ്ട് സാധ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യുകയാണ്. സംഭവം നടന്ന ആ സമയം മുതൽ ജില്ലാ കളക്ടർ, മേയർ, ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. മാധ്യമങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നേവിയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് നേവി ടീമും കൂടെ എത്തിയ ശേഷം ഇനി അടുത്ത പ്ലാൻ തയ്യാറാക്കാമെന്നാണ് ആലോചിച്ചിരിക്കുന്നത്. ഇന്നലത്തെ സമാനമായി ഇന്നും രാത്രിയിൽ രക്ഷപ്പെടുന്നുണ്ടാവും. അത് കാലാവസ്ഥ നോക്കിയിട്ടേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ട്രെയിനിന്റെ ഈ പ്ലാറ്റ്ഫോമൊക്കെ ഒരു അതെ ട്രെയിൻ ലൈൻ നിരന്തരമായി എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിൻ വന്നു പോകുന്നു. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അവരിപ്പോ സഹകരിക്കുന്നു. മറ്റു കാര്യങ്ങൾ പിന്നെ ആലോചിക്കാന്ന് വെച്ചു. എന്തായാലും രാവിലത്തെ ഉന്നതതല യോഗം കൂടിയതിനു ശേഷം അവരുടെ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ജില്ലാ കളക്ടർ സംഭവം ഉണ്ടായ ആ സമയം മുതൽ പൂർണ്ണമായി ഇവിടെ തന്നെ ഉണ്ട്. മേയറുണ്ട്, കോർപ്പറേഷൻ അധികാരികളുണ്ട്, നമ്മുടെ ഫയർഫോഴ്സുകാർ വളരെ ആത്മാർത്ഥമായിട്ട് എന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ ഒരു സ്പെഷ്യൽ ഓഫീസ് തന്നെ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് 2-3 ജില്ലയിൽ നിന്നുള്ള ഫയർഫോഴ്സിന്റെ ടീമിനെ, ഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് 3 മണിക്കൂറിന് അവിടെ എത്തിച്ചേരുമെന്നാണ് നേവി ടീം എത്തിച്ചേരുമെന്നുള്ളതാണ്. തുരങ്കത്തിന് പുറത്തേക്കുള്ള പരിശോധനയുണ്ടോ അതോ തുരങ്കത്തിനുള്ളിലുള്ള പരിശോധന? അപ്പുറത്താണ് കമാൻഡ്. ഇതിനുശേഷം ഇത് ആ സാധ്യത ഇപ്പം ആരായുന്നുണ്ട്. അതിനനുസരിച്ച് പരിശോധന ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം നടത്തി കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞവരെ തുരങ്കത്തിന് ഇപ്പുറത്തിന് ശേഷം പോയോ എന്നൊരു സംശയമുണ്ട്. ആ കാര്യം പരിശോധിക്കാൻ വേണ്ടിയിരിക്കുന്നു. നേവിയും കൂടെ വന്നിട്ടൊക്കെ ആലോചിക്കാന്നുള്ള ഇതിലേരിക്കും.